തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന് നാട്ടിലെ മഹാഭൂരിപക്ഷം മനുഷ്യർക്ക് ബോധ്യമാകുന്നത്. തുടർന്ന് മുനിസിപ്പാലിറ്റി സ്വീകരിക്കേണ്ടിയിരുന്ന അന്തസ്സാർന്ന ഒരു ഭരണകൂടം ഇത്തരം ഘട്ടത്തിൽ സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട്. ആ നിലപാടെന്ന് പറയുന്നത് ഞങ്ങൾ ഉയർത്തിയ വിഷയങ്ങളിൽ ചെറിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പൊതുസമൂഹത്തോട് സമ്മതിക്കലാണ് ആദ്യം സ്വീകരിക്കേണ്ടത്. ഞങ്ങൾ അന്ന് പറഞ്ഞ പത്രസമ്മേളനത്തിനകത്ത് ഉയർത്തിയ വിഷയങ്ങളിൽ ഞങ്ങൾക്ക് വിട്ടുപോയത് അല്ലെങ്കിൽ അന്നുണ്ടായതിൽ ചില അവ്യക്തതകളുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് തെറ്റായിരുന്നു, ഞങ്ങൾ പറഞ്ഞതിൽ വസ്തുതാവിരുദ്ധമായ ചില കാര്യങ്ങളുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അത് തിരുത്താൻ കൂട്ടായ പരിശ്രമമുണ്ടാകണം, ഈ നാടിൻ്റെ സഹായമുണ്ടാകണം എന്ന രീതിയിൽ പൊതുവായ അഭ്യർത്ഥനയാണ് പിന്നീട് ഒരു ഭരണസമിതി സ്വീകരിക്കേണ്ടിയിരുന്നത്. പക്ഷെ അതിൽ നിന്ന് വിരുദ്ധമായി തങ്ങൾക്ക് വന്ന വലിയ വീഴ്ചയുടെ അല്ലെങ്കിൽ ജനങ്ങളെ ഇരുട്ടിൽ നിർത്താനുള്ള നീക്കം പൊളിഞ്ഞുപോയതിൻ്റെ അമർഷവും ദാർഢ്യവും പ്രകടമാക്കുന്ന നയങ്ങളും നിലപാടുകളും സമീപനങ്ങളുമാണ് തുടർ ദിവസങ്ങളിൽ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗവും ഭരണസമിതിയും സ്വീകരിച്ചത്. പത്രസമ്മേളനങ്ങളിൽ പ്രകടമായിരുന്നു. ആരില്ലെങ്കിലും വട്ടപ്പാറയിൽ ഒത്തുചേർന്ന് സമരം ചെയ്ത ദിവസം നമ്മൾ ഓർക്കുന്നുണ്ട്. അന്ന് കക്ഷി രാഷ്ട്രീയം പറഞ്ഞ് മാറി നിന്നവരല്ല നമ്മൾ. ഇടതുപക്ഷം ആ സമരത്തിൻ്റെ കൂടെ ഒത്തുചേർന്ന് നിന്നവരാണ്. അന്ന് അവിടെ ഉയർന്നൊരു പൊതുവികാരം, ആ സമരത്തിൻ്റെ ഒരു പൊതു രാഷ്ട്രീയമായി ഉയർന്നത് വളാഞ്ചേരിയുടെ സർവീസ് റോഡ് സാധ്യമാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യണം എന്നുള്ള ഒരു നിലപാടിൻ്റെ ഭാഗമായാണ് ആ സമരം പൊതുയോഗം അവസാനിക്കുന്നത്. അതിൻ്റെ തുടർച്ചയിലാണ് വളാഞ്ചേരിയിൽ സർവകക്ഷി യോഗം ചേരാൻ തീരുമാനിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചത് സർവീസ് റോഡ് എന്ന പൊതുവികാരത്തിൻ്റെ ആവശ്യത്തെ സാധ്യമാക്കുന്നതിന് ആ സമരത്തിനൊപ്പം നിൽക്കണമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കുകയും ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് CPIM-ൻ്റെ നേതാവ് സഖാവ് N. വേണുഗോപാൽ അധ്യക്ഷനായി മാറുന്നതും. CPI ഉൾപ്പെടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ മറ്റ് കക്ഷികൾ ഉൾപ്പെടെ എല്ലാവരും അംഗമായി ചേർന്നാണ് ആ സർവകക്ഷി യോഗം രൂപപ്പെടുന്നത്. അന്നുയർന്ന തീരുമാനങ്ങൾ സാധ്യമായ എല്ലാ മേഖലയും പരിശോധിച്ച് സർവീസ് റോഡ് സാധ്യമാക്കാൻ, ഈ നാടിൻ്റെ സ്വപ്നം ഫലവത്താക്കാനുള്ള നിലപാട് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. പ്രിയപ്പെട്ടവരെ, നാട്ടിലെമ്പാട് രൂപപ്പെടുന്ന സർവകക്ഷി യോഗങ്ങൾക്ക് എഴുതപ്പെടാത്തൊരു ഭരണഘടനയുണ്ട്. എഴുതപ്പെടാത്തൊരു നിയമാവലിയുമായാണ് ഓരോ സർവകക്ഷി സംഘങ്ങൾ രൂപപ്പെടുന്നത്. ആ നിയമാവലി എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ എന്ത് ലക്ഷ്യത്തിനാണോ ഒരു സർവകക്ഷി സംഘം രൂപീകരിക്കുന്നത്, തങ്ങളുടെ രാഷ്ട്രീയത്തെ, വൈവിധ്യമാർന്ന രാഷ്ട്രീയത്തെ, കൊടികളെയൊക്കെ ചേർത്ത് വെക്കുന്നത് നമ്മൾ ഉയർത്തുന്ന ഒരു പൊതുസ്വപ്നത്തെ, ഒരു പൊതുലക്ഷ്യത്തെ സാധ്യമാക്കുന്നതിന് ഒന്നിച്ചു നിൽക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഭരണഘടന ആ സമരം അവസാനിക്കുന്നത് വരെ, അത് വിജയിക്കുമ്പോൾ അതിൻ്റെ സന്തോഷം പങ്കിടാനും, നിർഭാഗ്യവശാൽ ആ സമരം പരാജയപ്പെട്ടു പോവുകയാണെങ്കിൽ അതിൻ്റെ സങ്കടം പങ്കുവെക്കുകയും ചെയ്യുന്നത് ഒരുമിച്ചാണ്. അതാണ് നാട്ടിലെമ്പാടുമുള്ള സർവകക്ഷി സംഘടനകളുടെ യോഗങ്ങളുടെ പൊതുധാരണ. ആ പൊതുധാരണയാണ് വളാഞ്ചേരി മുനിസിപ്പൽ UDF എന്ന് ഞാൻ പറയുന്നില്ല, വളാഞ്ചേരി മുനിസിപ്പൽ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം അട്ടിമറിച്ചത്. ആ അട്ടിമറിയുടെ ഭാഗമായാണ് കോട്ടക്കൽ നിന്നുള്ള ഒരു പത്രസമ്മേളനം നടക്കുന്നത്. MLA-യും MP-യും മുനിസിപ്പൽ ചെയർമാനും ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുന്ന പത്രസമ്മേളനം. ആ പത്രസമ്മേളനത്തിലാണ് പ്രഖ്യാപിക്കപ്പെടുന്നത്, ഈ സർവകക്ഷി സംഘത്തെ ഇരുട്ടിൽ നിർത്തി, രൂപപ്പെടുത്തിയ സർവകക്ഷി യോഗത്തെ ഇരുട്ടിൽ നിർത്തി എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന മുദ്രാവാക്യത്തിൽ വെള്ളം ചേർത്ത് അന്ന് വരെ സമരത്തിൻ്റെ ഭാഗമായി എന്ന മനുഷ്യരൊക്കെ മാറ്റി നിർത്തി കൃത്യമായി മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ മാത്രം ആ പത്രസമ്മേളനം കോട്ടക്കലിൽ നടക്കുന്നത്. ആ പത്രസമ്മേളനത്തിലാണ് നമ്മൾ കേൾക്കുന്നത്, 1 മാസത്തിനകം ഈ സർവീസ് റോഡ് നടപ്പിലാകും. കേന്ദ്രമന്ത്രിയുമായി, നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി, പ്രൊജക്ട് ഡയറക്ടറുമായി ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞുവെന്ന് ലൈവായി മാധ്യമങ്ങളോട് പറയുമ്പോൾ, ഈ സർവകക്ഷി സംഘത്തെ ഇരുട്ടിൽ നിർത്തിയതിൻ്റെ അമർഷമുണ്ടെങ്കിലും ഈ നാടിൻ്റെ ഒരു പൊതുസ്വപ്നം ആരൊക്കെ ക്രെഡിറ്റ് എടുത്താലും സാധ്യമാകട്ടെ, ആരാണ് അതിൻ്റെ ക്രെഡിറ്റ് കൊണ്ടുപോയാലും ഈ നാട് ആവശ്യപ്പെടുന്ന ഒരു സമരത്തിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നത് നല്ലതെന്ന് കരുതിയവരാണ് നമ്മളെല്ലാവരും. അന്ന് ആ പത്രസമ്മേളനം ഇപ്പോഴും ഇവിടുത്തെ ചാനലുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, ഇവിടുത്തെ പ്രാദേശിക ചാനൽ ഉൾപ്പെടെ നിങ്ങൾക്കെടുത്ത് പരിശോധിച്ചാൽ, അതിൻ്റെ ലൈബ്രറികൾ എടുത്ത് പരിശോധിച്ചാൽ അറിയാം, ഇപ്പോഴും അത് കിടക്കുന്നുണ്ട്. ഒരിക്കൽ പോലും ആ വരികൾക്കിടയിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവും MP-യോ MLA-യോ ചെയർമാനോ മുസ്ലിം ലീഗിൻ്റെ ആ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാളും റവന്യൂ വകുപ്പിൻ്റെ ഭൂമി കിട്ടിയാലാണ് 1 മാസത്തിനുള്ളിൽ ഇത് സാധ്യമാകുക എന്ന വാക്കുപയോഗിക്കുന്നില്ല. സംസ്ഥാന ഗവൺമെൻറ് ഇടപെട്ടാലാണ് ഇത് സാധ്യമാകുക എന്ന് വരികൾക്കിടയിൽ പോലും ആ പത്രസമ്മേളനത്തിൽ പറയുന്നില്ല.
ഒരു വകുപ്പിൻ്റെയും ഒരാളുടെയും സഹായത്തെക്കുറിച്ച് ആ പത്രസമ്മേളനം നിങ്ങൾ വീണ്ടും വീണ്ടും കേട്ടു നോക്കുക. അതിലൊരിടത്തും അങ്ങനെ ഒരു വാക്യം ഉപയോഗിക്കുന്നില്ല. പറയുന്നത് 1 മാസം കൊണ്ട് ഇത് നടപ്പിലാകുമെന്ന ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ഈ പ്രദേശത്തെ പ്രാദേശിക ചാനലിലെ മാധ്യമ പ്രവർത്തകൻ ജിഷാദിൻ്റെ വാർത്തയിലൂടെയാണ്, അതിനു മുമ്പ് ഫൈസൽ തങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ച ചില സംശയങ്ങളുണ്ട് ഈ വിഷയത്തിൽ, എന്നാൽ അതിന് അടിവരയിടുന്ന രീതിയിലാണ് മാധ്യമപ്രവർത്തകനായ ജിഷാദിൻ്റെ വാർത്ത ഈ നാട് കേൾക്കുന്നത്. അപ്പോഴാണ് ഈ നാട് അമ്പരപ്പോടെ കേൾക്കുന്നത്, കഴിഞ്ഞ ദിവസം കോട്ടക്കലിലെ പത്രസമ്മേളനത്തിൽ ഇവർ പങ്കുവച്ച കാര്യങ്ങൾ വാസ്തുതാവിരുദ്ധമായിരുന്നു എന്ന് പറഞ്ഞത് ഒരു മാധ്യമപ്രവർത്തകനാണ്. ആ വാർത്തയിൽ നിന്നാണ് സത്യത്തിൽ ഈ നാട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന് നാട്ടിലെ മഹാഭൂരിപക്ഷം മനുഷ്യർക്ക് തുടർന്ന് മുനിസിപ്പാലിറ്റി സ്വീകരിക്കേണ്ടിയിരുന്ന അന്തസ്സാർന്ന ഒരു ഭരണകൂടം ഇത്തരം ഘട്ടത്തിൽ സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട്. ആ നിലപാടെന്ന് പറയുന്നത്, ഞങ്ങൾ ഉയർത്തിയ വിഷയങ്ങളിൽ ചെറിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പൊതുസമൂഹത്തോട് സമ്മതിക്കലാണ് ആദ്യം സ്വീകരിക്കേണ്ടത്. ഞങ്ങൾ അന്ന് പറഞ്ഞ പത്രസമ്മേളനത്തിനകത്ത് ഉയർത്തിയ വിഷയങ്ങളിൽ ഞങ്ങൾക്ക് വിട്ടുപോയത്, അല്ലെങ്കിൽ അന്നുണ്ടായതിൽ ചില അവ്യക്തതകളുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് തെറ്റായിരുന്നു, ഞങ്ങൾ പറഞ്ഞതിൽ വസ്തുതാവിരുദ്ധമായ ചില കാര്യങ്ങളുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അത് തിരുത്താൻ കൂട്ടായ പരിശ്രമം ഉണ്ടാകണം, ഈ നാടിൻ്റെ സഹായം ഉണ്ടാകണം എന്ന രീതിയിൽ പൊതുവായ അഭ്യർത്ഥനയാണ് പിന്നീട് ഒരു ഭരണസമിതി സ്വീകരിക്കേണ്ടിയിരുന്നത്. പക്ഷെ അതിൽ നിന്ന് വിരുദ്ധമായി തങ്ങൾക്ക് വന്ന വലിയ വീഴ്ചയുടെ അല്ലെങ്കിൽ ജനങ്ങളെ ഇരുട്ടിൽ നിർത്താനുള്ള നീക്കം പൊളിഞ്ഞുപോയതിൻ്റെ അമർഷവും ദാർഢ്യവും പ്രകടമാക്കുന്ന നയങ്ങളും നിലപാടുകളും സമീപനങ്ങളുമാണ് തുടർ ദിവസങ്ങളിൽ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗവും ഭരണസമിതിയും സ്വീകരിച്ചത്. പത്രസമ്മേളനങ്ങളിൽ അത് പ്രകടമായിരുന്നു. ആരില്ലെങ്കിലും ഞങ്ങളിത് സാധ്യമാക്കും, ആരുടെയും സഹായം ലഭ്യമല്ലെങ്കിലും ഞങ്ങളിത് സാധ്യമാക്കും, സാധ്യമാകുമെങ്കിൽ സാധ്യമാകട്ടെ എന്നാണ് ഞങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലക്ക് ഞങ്ങൾക്ക് ഈ നാടിനോട് പറയാനുള്ളത്, ഇത് അങ്ങനെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സങ്കുചത്തിലേക്ക് കൊണ്ടുപോകേണ്ടതല്ല. വികസനത്തിൻ്റെ വിശാലമായ കാഴ്ചപ്പാടാണ് വികസനത്തിൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷം എന്നും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ വിഷയത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോഴും പറയുന്നത്, സഹകരിപ്പിക്കാവുന്ന ആരെയും, ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവനായാലും ഏത് വിശ്വാസത്തിൽപ്പെട്ടവനായാലും സഹകരിപ്പിക്കേണ്ട മുഴുവൻ ആളുകളെയും സഹകരിപ്പിച്ച് ഇനിയും ഇതിൻ്റെ നിലപാടുകളുമായി എന്താണ് ഇതിൻ്റെ തടസ്സമെങ്കിൽ ഇടതുപക്ഷത്തിന് സാധ്യമാകുന്നതെല്ലാം സാധ്യമാക്കാൻ ഞങ്ങളുണ്ടാകുമെന്ന് തന്നെയാണ് ഈ നാടിനോട് ഞങ്ങൾക്ക് പങ്കുവെക്കാനുള്ള ഉറപ്പ്. ഞങ്ങൾ പങ്കുവെക്കുന്ന ഉറപ്പ് അതാണ്. അതിൽ സഹകരിക്കാവുന്ന, അതിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ CPM-ഉം CPI-യും NCP-യും ജനതാദളും നാഷണൽ ലീഗും അങ്ങനെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മാത്രം ചേർത്തല്ല ഞങ്ങൾ പറയുന്നത്. ഇത് വരുന്ന തലമുറയ്ക്ക് വേണ്ടിയുള്ള സമരമാണ്. നമ്മൾ സങ്കല്പിക്കാവുന്നതിനേക്കാൾ വലിയ നഷ്ടമാണ് ഈ സർവീസ് റോഡ് ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത്. നമ്മുടെ കാലം ഒരുപക്ഷെ കഴിഞ്ഞു പോയേക്കാം. ഈ നാട്ടിൽ വരാനിരിക്കുന്ന ഒരുപാട് തലമുറ നമ്മളോട് ചോദിക്കും, നിങ്ങളുടെ യൗവനത്തിൽ നിങ്ങളുടെ കൺമുമ്പിൽ ഒരു അനീതി നടന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന കാലത്ത് ഒരു സമരം കൊണ്ട്, ഒരു സർവകക്ഷി യോഗം കൊണ്ട്, മന്ത്രിസഭയ്ക്ക് നിവേദനം നൽകിക്കൊണ്ട്, ഞങ്ങളെ MP-യെ കണ്ടുകൊണ്ട്, ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ ശ്രമങ്ങളും ഞങ്ങളുടെ ജീവിതകാലത്ത്, ഞങ്ങളുടെ യൗവനത്തിൽ, ഞങ്ങളുടെ മധ്യവയസ്സിൽ, ഞങ്ങളുടെ കൗമാരത്തിൽ ഞങ്ങൾക്ക് നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കണമെങ്കിൽ അത്ര വലിയ പ്രക്ഷോഭത്തിലേക്ക്, അത്ര വലിയ കൂട്ടായ്മകളിലേക്ക് ഇതിനെയും രൂപപ്പെട്ട് പോകേണ്ടതുണ്ട്. ഇത് വളാഞ്ചേരിയിലെ ഒരിടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാടല്ല. ഇടതുപക്ഷം വികസനത്തിൻ്റെ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടിൻ്റെ പൊതു ചിത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ മണ്ഡലം ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്, UDF ആണ്, ആബിദ് ഹുസൈൻ തങ്ങളാണ് ഈ നിയോജക മണ്ഡലത്തിലെ MLA. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കുമ്പോൾ, നടപ്പിലാക്കുമ്പോൾ ഈ മണ്ഡലത്തെ മാറ്റി നിർത്തി എന്ന് MLA-ക്ക് പറയാൻ സാധിക്കുമോ? മുസ്ലിം ലീഗിന് പറയാൻ സാധിക്കുമോ? ഇവിടെ പരാമർശിക്കപ്പെടുന്ന റവന്യൂ വകുപ്പിന്റെ, കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ, ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിലൊന്നാണ് എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ടാക്കുക എന്നുള്ളത്. അതിനെ സംസ്ഥാന സർക്കാർ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം റവന്യൂ വകുപ്പിനെയാണ്. ഈ വളാഞ്ചേരിയിലെ വില്ലേജ് ഓഫീസ് ശുഷ്കമായിരുന്ന, ശോച്യാവസ്ഥയിലായിരുന്ന വളാഞ്ചേരിയിലെ വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി മാറ്റുമ്പോൾ, മാറാക്കരയിലെ മേൽമുറിയിലെ വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി മാറ്റുമ്പോൾ, ഇരുമ്പുളിയത്തെ വില്ലേജ് ഓഫീസ്, എത്രയോ ചെറിയ വില്ലേജ് ഓഫീസായിരുന്ന ഇരുമ്പുളിയത്തെ വില്ലേജ് ഓഫീസ് ഇരുനില കെട്ടിടമുള്ള ഗംഭീര വില്ലേജ് ഓഫീസാക്കി മാറ്റുമ്പോൾ, ഈ മണ്ഡലം മുസ്ലിം ലീഗാണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട്
ആബിദ് ഹുസൈൻ തങ്ങളാണ് MLA എന്നുള്ളത് കൊണ്ട് ഇവിടേക്ക് ഫണ്ട് അനുവദിക്കുന്നതിൽ റവന്യൂ വകുപ്പിന് ഒരു മടിയും ഉണ്ടായിട്ടില്ല. കുറ്റിപ്പുറത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഈ കഴിഞ്ഞ മാസവും അവിടേക്ക് നേത്രാശുപത്രിക്ക് ഫണ്ട് അനുവദിക്കുമ്പോൾ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ഇവിടെ ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. UDFന്റെ മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിലെ ഹോസ്പിറ്റലിലേക്കാണ് ഞങ്ങൾ ഫണ്ട് അനുവദിക്കുന്നത് എന്ന തോന്നൽ ഇടതുപക്ഷത്തിനുണ്ടായിട്ടില്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കിഫ്ബിയിൽ നിന്ന് കോടികൾ അനുവദിക്കുമ്പോൾ പേരശ്ശന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിനും ഇരുമ്പുളിയം ഗവൺമെന്റ് ഹൈസ്കൂളിനും ആദവനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ ഈ മണ്ഡലത്തിലെ എണ്ണമറ്റ സർക്കാർ സ്കൂളുകൾക്ക് കോടികളുടെ ഫണ്ട് അനുവദിക്കുമ്പോൾ ഞങ്ങൾ അനുവദിക്കുന്ന ഫണ്ട് മുസ്ലിം ലീഗ് ഭരിക്കുന്ന UDF ഭരിക്കുന്ന ഇരുമ്പുളിയം പഞ്ചായത്തിലേക്കാണെന്ന്, അല്ലെങ്കിൽ UDF ഭരിക്കുന്ന കുറ്റിപ്പുറം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പേരശ്ശന്നൂരിനാണ് എന്ന് ഇടതുപക്ഷം എവിടെയും കണ്ടിട്ടില്ല. ഫണ്ട് അനുവദിക്കുമ്പോൾ എല്ലാ മണ്ഡലങ്ങൾക്കും ഇടതുപക്ഷ കാഴ്ചപ്പാടോടെ വികസനത്തിന്റെ ഒപ്പം നിന്ന കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. അതേ കാഴ്ചപ്പാട് തന്നെയാണ് വട്ടപ്പാറയുടെ സർവീസ് റോഡിന്റെ വിഷയത്തിലും ഞങ്ങൾക്കുള്ളത് എന്നാണ് അടിവരയിട്ട് ചേർത്ത് പറയുന്നത്. നിങ്ങളുടെ സമീപനമാണ് പലപ്പോഴും നാടിനെ ഒറ്റിക്കൊടുക്കുന്നത്. മുണ്ടക്കൈ ചൂരൽ മലയുടെ വിഷയം പറഞ്ഞു. നമ്മൾ ആവശ്യപ്പെട്ടത് 2221 കോടിയാണ്, അനുവദിച്ചത് 261 കോടി. ഗുജറാത്തിനും ആസാമിനും രാജസ്ഥാനും ഒക്കെ കോടികൾ അനുവദിച്ചപ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്നു എന്നൊറ്റ കാരണത്താൽ ഈ നാടിന് ഫണ്ട് അനുവദിക്കാത്തപ്പോൾ UDF സ്വീകരിക്കേണ്ട നിലപാടെന്താണ്? ഒരു രാത്രി കിടന്നുറങ്ങിയവർ, സ്വപ്നം കണ്ട് കിടന്നുറങ്ങിയവരാണ് പിറ്റേതാൾ മയ്യത്തായി ചാലിയാർ ഉൾപ്പെടെ ഒഴുകി നടന്നത്. ആ മനുഷ്യരുടെ മയ്യത്തോർക്കുമ്പോൾ, ശവശരീരങ്ങൾ ഓർക്കുമ്പോൾ ആ ഒരു കാരുണ്യം കൊണ്ടെങ്കിലും ഇടതുപക്ഷത്തിനൊപ്പം നിന്ന്, ഈ ഗവൺമെന്റിനൊപ്പം നിന്ന് കേന്ദ്രത്തിൽ നിന്ന് ആവശ്യമുള്ള ഫണ്ട് വാങ്ങേണ്ട നിലപാട് സ്വീകരിക്കേണ്ട UDF സംസ്ഥാനത്ത് അങ്ങനെ സ്വീകരിക്കാത്തതിന്റെ മാതൃകയാണ് പലപ്പോഴും താഴെ തട്ടിൽ ഇത്തരം വികസന കാര്യങ്ങളിൽ UDF രാഷ്ട്രീയം കാണുന്നത്. ഞങ്ങൾ അങ്ങനെ കാണുന്നില്ല. അതുകൊണ്ട് വളാഞ്ചേരിയുടെ വികസനത്തിന്, ഈ നാടിന്റെ വികസനത്തിന്, വട്ടപ്പാറയുടെ സർവീസ് റോഡ് യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളിലും എല്ലാവർക്കുമൊപ്പം മുമ്പിലായി ഞങ്ങളും ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച് അവസാനിപ്പിക്കുന്നു. സഖാക്കളെ ലാൽ സലാം.